ആ ഒരു ടൈമിലാണ് ടിക്ടോക്ക് ഇന്ത്യക്കാർ ബാൻ ചെയ്യുന്നത്. ചൈനീസുകാരോടുള്ള സ്നേഹം കാരണമേ. ഞാൻ എന്താ പറയുക, ആ സമയത്തും സക്കംബർഗ് അണ്ണൻ ഒരിക്കലും കൈവിടത്തില്ലല്ലോ. പുള്ളിക്കാരൻ റീൽസ് ഇറക്കി പല രീതിയിൽ പല ട്രെൻഡുകൾ വന്നും മായും പോയപ്പോഴത്തേക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ മെയിൻ ട്രെൻഡ് എന്താണെന്ന് അറിയാമോ? നമ്മളങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ 2003 ചെക്കൻ, 2004 പെണ്ണ്, അവൻ്റെ താഴെ ക്യാപ്ഷൻ 20 വർഷത്തെ പ്രണയം, അവസാനം അത് പൂവണിയുകയാണ് സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കല്യാണമാണെന്ന്. ആക്ച്വലി ഇവരൊക്കെ എവിടെ വെച്ച് ആദ്യമായിട്ട് കാണുന്നേ? ലേബർ റൂമിൽ വെച്ചോ. അത് കഴിഞ്ഞിട്ട് അടുത്തത് വെറും 1500 കോടി രൂപ. വെറും 1500 കോടി രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മനോഹരമായ ഈ ഒരു ഫ്ലാറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1500 കോടി രൂപ പോയിട്ട് എന്നെ ഇപ്പം തെക്കോട്ടെടുത്ത എൻ്റെ ദേഹം പുതയ്ക്കാൻ പോലും എൻ്റെ കയ്യിലൊരു കോടിമുണ്ട് മേടിക്കാൻ പോലും എൻ്റെ കാശില്ല. അതിൻ്റെ ഇടയ്ക്കാണ് 1500 കോടി രൂപ. അത് കഴിഞ്ഞ് അടുത്തത്, നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് നല്ല രീതിയിൽ റീച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിക്കുക. അത് ഫസ്റ്റ് കണ്ടന്റ് ആണ് കേട്ടോ. സെക്കൻഡ് കണ്ടന്റിന് ഒരു നഴി അരി എടുക്കുക. ആദ്യത്തെ കണ്ടന്റ് ആദ്യം പറയാം. ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ട് അതങ്ങോട്ട് കൈവച്ച് അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ഫുള്ള് ബിസ്ക്കറ്റ് എല്ലാം ട്രെയിൻ പോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഓരോന്നായിട്ട് എണ്ണിയിട്ട് അതെന്തായാലും ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും. അപ്പോൾ ആ എണ്ണയ നമ്പർ അങ്ങോട്ട് പറഞ്ഞിട്ട് ആ ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അതിന് തന്നെ കിട്ടും 100K അതിൻ്റെ ഇടയ്ക്ക് അടുത്തത് ഒരു നാഴി അരി എടുക്കുക. ഒരു നാഴി അരി എടുത്തിട്ട് അതിൻ്റെ അകത്ത് എത്ര അരി ഉണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ 1, 2, 3 എന്നുള്ള രീതിയിൽ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് അങ്ങോട്ട് കൊടുക്കുക. അപ്പം അതിനും കിട്ടും ഒരു 200K. ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനും ചെയ്തായിരുന്നു കേട്ടോ. ഞാനും ട്രൈ ചെയ്തു, എനിക്കും കിട്ടി ആവശ്യത്തിന് ലൈക്ക്. എന്നിട്ട് ഞാനാണെങ്കിൽ എന്ത് ചെയ്തു, ഞാൻ ലൈക്കൊക്കെ കിട്ടി, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കമൻറ്റ്, നല്ല കമൻറ്റാണ്, ഞാൻ പറഞ്ഞുതരാം. നിന്നെ ഉണ്ടല്ലോ, നിന്നെ ഒരു കൺമുമ്പ് കിട്ടിയാൽ ഞാൻ നിന്നെ തുപ്പും, നിന്നെ തുടർച്ചയായിട്ട് തുപ്പും. ഇതായിരുന്നു അതിൻ്റെ കമൻറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ അതിൻ്റെ വിഷമത്തിലിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാനാണെങ്കിൽ പിന്നെ ഈ കൊല്ലത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ, ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ആ ഒരു രീതിയിലെങ്കിലും ഇച്ചിരി റീച്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ നാട്ടിലെ 70കളിലെ വസന്ത അമ്മായി പുള്ളിക്കാരി അതിൻ്റെ താഴെ കമൻ്റ് ഇടുക, പെരപ്പുറത്ത് ഉണക്കാനിട്ട തുണി പട്ടി കടിച്ച് കീറിയിട്ട് അതിനെപ്പോലും അവൾ വെറുതെ വിട്ടില്ലെന്ന്. എന്നിട്ട് അത് കേട്ടപ്പോഴത്തേക്കും ഞാൻ ഡിപ്രസ്ഡ് ആയി ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ആ ഒരു വിഷമത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഞാനാണെങ്കിൽ ഇങ്ങനെ ഇനി അത് ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മായിയുടെ മോൻ മെസ്സേജ് വന്നിട്ട് പറയുക, സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. താങ്ക് യു.